ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പച്ചവെള്ളം സ്കൂളിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് ഇൻഡിജേഴ്സ്. അതായത് ഇൻഡിജേഴ്സ് എന്ന് പറയുന്ന പാർട്ടിലെ സെക്കൻഡ് ടോപ്പിക്കാണ് നമ്മൾ ഇങ്ങ് എടുക്കാൻ പോകുന്നത്. ആദ്യത്തെ ടോപ്പിക്കായ അഡിഷനും സബ്ട്രാക്ഷനും നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കാണാത്തവർ എന്തായാലും കാണണേ. ലൈഫ് ഈസ് ലൈക്ക് റൈഡിങ് എ ബൈസൈക്കിൾ. ടു കീപ് യുവർ ബാലൻസ് യു മസ്റ്റ് കീപ് മൂവിങ്. ജീവിതത്തിനെ ആരുമായിട്ടാണ് കമ്പയർ ചെയ്തേക്കുന്നത്? ബൈസൈക്കിളുമായിട്ടാണ് കമ്പയർ ചെയ്തേക്കുന്നത്. നമുക്ക് ബാലൻസ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മൂവ് ചെയ്യണം. അതായത് നമുക്ക് ഓരോ പ്രതിസന്ധികൾ ഉണ്ടായാൽ ആ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് തന്നെ പോകണം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് പറഞ്ഞത് വേറെ ആരുമല്ല, ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ഇങ്ങനെ പറഞ്ഞത്. ഇപ്പം അറിയാല്ലേ, നമുക്ക് വെക്കേഷൻ ടൈമാണ്. വെക്കേഷൻ ടൈമിൽ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ട് ഇംഗ്ലീഷിൻ്റെയും മാത്സിൻ്റെയും ഹിന്ദിയുടെയും ബേസ് സെറ്റാക്കണം. അതിനായിട്ട് പച്ചവളം സ്കൂളിൽ 2 കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഒന്ന് 5 തൊട്ട് 7 വരെയുള്ള ക്ലാസ്സുകൾക്കും പിന്നെ 8 തൊട്ട് 10 വരെയുള്ള ക്ലാസ്സുകൾക്കും വേണ്ടിയിട്ട്. വേറെ ഒന്നുമല്ല, ഇംഗ്ലീഷിലും മാത്സിലും ഹിന്ദിയിലും നിങ്ങൾ ഈ വെക്കേഷൻ കഴിയുമ്പോൾ സെറ്റാവാൻ വേണ്ടിയാണ് പച്ചവളം സ്കൂളിൽ എന്ത് ചെയ്യുന്നത്? നിങ്ങൾക്കായിട്ട് 2 ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുന്നത്. സോ എല്ലാവരും ജോയിൻ ചെയ്യാൻ നോക്കുക. ഹൈലി എഫക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്കായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ വെക്കേഷൻ കഴിയുമ്പോൾ നിങ്ങൾ ഈ 3 കാര്യത്തിൽ സെറ്റാവും, നിങ്ങൾക്ക് നല്ലൊരു ബേസ്മെൻറ്റ് കിട്ടുകയും ചെയ്യും. അറിയാലോ, ഏറ്റവും ആവശ്യം എന്താണെന്ന്? ഒരു ബേസ്മെൻ്റ് ആണ്. സോ ഇതെല്ലാം നമുക്ക് എങ്ങനെ പഠിക്കാം? പച്ചവെള്ളം പോലെ പഠിക്കാം. ഓക്കെ, സോ എല്ലാവരും ജോയിൻ ചെയ്യുക. നമ്മളിവിടെ തുടങ്ങാൻ പോവുകയാണ്. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഇൻഡിജേഴ്സ് എന്ന് പറയും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2 കാര്യങ്ങൾ പഠിച്ചു. ഒന്ന് അഡിഷൻ ഓഫ് ഇൻഡിജേഴ്സും സബ്ട്രാക്ഷൻ ഓഫ് ഇൻഡിജേഴ്സും. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതെന്ന് വെച്ചാൽ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഇൻഡിജേഴ്സും ഡിവിഷൻ ഓഫ് ഇൻഡിജേഴ്സും ആണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഒന്നുമില്ല, ഇവിടെ നോക്കി എന്താണ് ചെയ്തേക്കുന്നതെന്ന്. മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവിടെ എന്ത് വരും? ഡിഫറൻറ്റ് സൈനും വരും, സെയിം സൈനും വരും. നോക്കിയേ, ഡിഫറൻറ്റ് സൈൻ -5 ഇൻറ്റു -3 ചെയ്യപ്പോൾ എത്ര കിട്ടും എന്നതാണ് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ. പിന്നെ താഴെ ആരുമുണ്ട്? 5 ഇൻറ്റു 3. ഇവിടെ 2 സൈനുകൾ മാത്രമേ നമുക്ക് വരത്തുള്ളൂ. ഒന്ന് നെഗറ്റീവും അടുത്തതാരാണ്? പോസിറ്റീവ്. ഈ 2 സംഖ്യയ്ക്കും ഒരേ സൈനാണ് വരുന്നതെങ്കിൽ, അതായത് 2 പേരും നെഗറ്റീവ് ആവാം, 2 പേരും പോസിറ്റീവ് ആവാം. എന്തൊക്കെ? 2 പേര് നെഗറ്റീവ് ആവാം, 2 പേര് പോസിറ്റീവ് ആവാം. എങ്കിൽ അവിടുത്തെ ആൻസർ ഈസ് ഓൾവേസ് പോസിറ്റീവ്. 2 പേര് നെഗറ്റീവ് ആവാം, 2 പേര് പോസിറ്റീവ് ആവാം. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ആൻസർ എന്തോന്നായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഒന്നുമില്ല, ആലോചിച്ചോ. സെയിം സൈൻ ആണ് വരുന്നതെങ്കിൽ അവിടെ നമുക്ക് എന്താണ് കിട്ടുന്നത്? പോസിറ്റീവ് പ്രോഡക്റ്റ് ആയിരിക്കും കിട്ടുന്നത്. സെയിം സൈൻ ആണ് വരുന്നതെങ്കിൽ നമുക്ക് അവിടെ എന്തായിരിക്കും കിട്ടുന്നത്? പോസിറ്റീവ് പ്രോഡക്റ്റ് ആയിരിക്കും കിട്ടുന്നത്. ഇനി അടുത്ത നോക്കിയേ, ഡിഫറൻറ്റ് സൈൻ വരുന്ന കേസ്. ആര് വരുന്ന കേസ്? ഡിഫറൻറ്റ് സൈൻ വരുന്ന കേസ്. ഡിഫറൻറ്റ് സൈൻ എന്ന് പറയുമ്പോൾ എന്തോന്നായിരിക്കും? -5 ഇൻറ്റു 3. ഇതവിടെ നോക്കിയേ, രണ്ടും 2 സൈനാണ് വന്നിരിക്കുന്നത്. രണ്ടും 2 സൈനാണ് വന്നിരിക്കുന്നത്. രണ്ടും 2 സൈനാണ് വന്നിരിക്കുന്നത്. നമുക്ക് അവിടെ ഏത് പ്രോഡക്റ്റ് ആണ് കിട്ടുന്നത്? നെഗറ്റീവ് പ്രോഡക്റ്റ് ആണ് കിട്ടുന്നത്. ഓക്കെ, സെയിം സൈൻ വന്ന ആര് കിട്ടും? പോസിറ്റീവ് പ്രോഡക്റ്റ്. ഡിഫറൻറ്റ് സൈൻ വന്ന ആര് കിട്ടും? നെഗറ്റീവ് പ്രോഡക്റ്റ്. സെയിം സൈൻ വന്ന പോസിറ്റീവ് പ്രോഡക്റ്റ്, ഡിഫറൻറ്റ് സൈൻ വന്ന നെഗറ്റീവ് പ്രോഡക്റ്റ്. നോക്കി, ഇവിടെ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ഇവിടെ മൈനസും ഉണ്ട് പ്ലസും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഉത്തരം ആരെയാണ് കിട്ടിയത്? മൈനസ് എന്നാണ് കിട്ടിയത്. ഇവിടെ പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ആൻസർ ആരായിട്ടാണ് കിട്ടിയത്? നെഗറ്റീവ് ആയിട്ടാണ് കിട്ടിയത്. ഓക്കെ, സെയിം സൈൻ വന്നാൽ ആരെ നമ്മൾ എടുക്കണമെന്നാണ് പറയുന്നത്? പോസിറ്റീവ് പ്രോഡക്റ്റ് എടുക്കണം. ഡിഫറൻറ്റ് സൈനാണ് വരുന്നതെങ്കിൽ നമ്മൾ അവിടെ ആരെടുക്കണം? നെഗറ്റീവ് പ്രോഡക്റ്റ് എടുക്കണം. ഓക്കെ, പോസിറ്റീവ് സൈനാണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ പോസിറ്റീവ്, രണ്ടും പോസിറ്റീവ് 2 നെഗറ്റീവ്, വിച്ച് മീൻസ് സെയിം സൈനാണ് വരുന്നതെങ്കിൽ നമ്മൾ ആരെടുക്കണം? പോസിറ്റീവ് പ്രോഡക്റ്റിനെ എടുക്കണം. ഡിഫറൻറ്റ് സൈനാണ് വരുന്നതെങ്കിൽ നമ്മൾ അവിടെ ആരെടുക്കണം? നെഗറ്റീവ് സൈനെ എടുക്കണം. നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഒന്നും കൂടെ നമ്മൾ ഇതിന് ക്ലാരിറ്റി എടുക്കണമെങ്കിൽ
മൾട്ടിപ്ലിക്കേഷന്റെ നേരത്ത് സെയിം സൈൻ വരെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? പോസിറ്റീവ് പ്രോഡക്റ്റ് എടുക്കുക. ഡിഫറൻറ്റ് സൈൻ വരെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നെഗറ്റീവ് പ്രോഡക്റ്റ് എടുക്കുക. ഇത് 2 നമ്പറിന്റെ കേസിലാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അതായത് അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയണമെന്ന് വെച്ചാൽ സെയിം സൈൻ ഈവൻ നമ്പറായിട്ട് വരികയാണെങ്കിൽ, അതായത് കൗണ്ട് ചെയ്യുമ്പോൾ സെയിം സൈൻ ഈവൻ നമ്പറായിട്ട് കിടക്കാൻ നമുക്ക് ആരെടുക്കാം? അവിടെ പോസിറ്റീവ് എടുക്കാം. ഒരു പക്ഷേ നമ്പേഴ്സ് നെഗറ്റീവ് സൈനിലാണ്, അല്ല ഓഡ് നമ്പറിലാണ് കിടക്കുന്നത്, നമുക്ക് ആരെടുക്കാം? നെഗറ്റീവിൽ എടുക്കാം. അത് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ നമുക്കത് പറയാം. എന്താ നോക്കി, ഇവിടെ സെയിം സൈൻ ആണോ കിടക്കുന്നത്, ഡിഫറെന്റ് സൈൻ ആണോ കിടക്കുന്നത്? കാണുമ്പോൾ പറയാം -2 × 1, അതായത് എവ ആരാണ് നെഗറ്റീവും എവ ആരാണ് പോസിറ്റീവും ആണ് കിടക്കുന്നത്. അപ്പൊ സെയിം സൈനോ ഡിഫറെന്റ് സൈനോ? ഡിഫറെന്റ് സൈൻ. ഡിഫറെന്റ് സൈൻ വന്ന ആൻസർ എന്താവും എന്ന് ഞാൻ പറഞ്ഞു? നെഗറ്റീവ് ആവുമെന്ന് പറഞ്ഞു. -2. ഡിഫറെന്റ് സൈൻ ആണോ? മൈനസ്. സെയിം സൈൻ ആണോ? പോസിറ്റീവ്. 2 നമ്പറിന്റെ കേസിൽ ഇതാ ഇവിടെ നോക്കിയേ, 1ഉം -2. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? സിമ്പിൾ നോക്കണം. സെയിം സൈനോ ഡിഫറെന്റ് സൈനോ? ഡിഫറെന്റ് സൈൻ. ഡിഫറെന്റ് സൈൻ ആണ് എന്ത് ചെയ്യാനാണ് പറയുന്നത്? മൈനസ്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, -7 -2 രണ്ടുപേരും എങ്ങനെയാണ് എടുക്കുന്നത്? സെയിം സൈൻ. രണ്ടുപേരും സെയിം സൈൻ. സെയിം സൈൻ ആണ് ആൻസർ എന്തോന്നാണ്? പോസിറ്റീവ് ആണ്. സെയിം സൈൻ ആണ് ആൻസർ എന്തോന്നാണ്? പോസിറ്റീവ് ആണ്. 7 × -7 × -2 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 14 എന്ന് കിട്ടും. ഓക്കെ, അടുത്തത് 8 × 2. ഒരു നമ്പറിന് ചുമ്മാ എഴുതി ഞാൻ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞായിരുന്നു. എന്തോന്നാണ് ഞാൻ പറഞ്ഞത്? സെയിം സൈൻ, അതായത് സൈൻ ഇല്ലാതെ നമ്മൾ എഴുതിയാണെങ്കിൽ ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഇവന്മാരെന്തും ഇങ്ങനെയാണ് കിടക്കുന്നത്? സെയിം സൈൻ ആയിട്ട് കിടക്കുന്നത്. 8 × 2 16. ഇനി അടുത്ത ടോപ്പിക്ക് നോക്കി, അല്ല അടുത്ത ക്വസ്റ്റ്യൻ 5 -5 × 0. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു എന്താണ്? 0 ഈസ് നെയ്തർ പോസിറ്റീവ് നോർ നെഗറ്റീവ്. 0 പോസിറ്റീവ് അല്ല, നെഗറ്റീവും ഇല്ല. 5 × 0 നോക്കിയാലും -5 × 0, എനി നമ്പർ × 0 എത്രയാണ്? 0 ആണ്. ഓക്കെ, എനി നമ്പർ × 0 0 ആണ്. ഇതാ അടുത്ത ക്വസ്റ്റ്യൻ 8 -8 × -2. രണ്ടും എങ്ങനെയാണ് കിടക്കുന്നത്? സെയിം സൈൻ ആയിട്ട് കിടക്കുന്നത്. രണ്ടും എങ്ങനെയാണ് കിടക്കുന്നത്? സെയിം സൈൻ. സെയിം സൈൻ ആണെങ്കിൽ എന്താണ്? പോസിറ്റീവ്. 8 × 2 16. 8 × 2 എത്രയാണ്? 16 ആണ് വരുന്നത്. ഇതാ നോക്കി, 6 × 1. രണ്ടും ഏത് സംഖ്യയാണ്? പോസിറ്റീവ് ആണ്. അപ്പൊ രണ്ടുപേരും എങ്ങനെയാണ് കിടക്കുന്നത്? സെയിം സൈൻ ആയിട്ടാണ് കിടക്കുന്നത്. 6 × 1 നമുക്ക് എത്ര കിട്ടും? 6 എന്ന് കിട്ടും. ഇനി 3 × 4. 3 × -4. അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്യണം? ഡിഫറെന്റ് സൈൻ എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ ഉത്തരം നമുക്ക് എത്ര കിട്ടും? നെഗറ്റീവ് ആയിരിക്കും കിട്ടുന്നത്. -12 എന്ന് കിട്ടും. ഇപ്പം പിടി കിട്ടിയോ? അതായത് സെയിം സൈൻ ആണെങ്കിൽ ഉത്തരം കിട്ടുന്ന പ്രോഡക്റ്റ് എങ്ങനെയായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഡിഫറെന്റ് സൈൻ ആണ് നമുക്ക് വരുന്നതെങ്കിൽ കിട്ടുന്ന ആൻസർ എന്തോന്നായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. സെയിം സൈൻ ആണെങ്കിൽ പോസിറ്റീവും, ഡിഫറെന്റ് സൈനും ആണെങ്കിൽ എന്തും കിട്ടും? നെഗറ്റീവും കിട്ടും. ഇനി നമുക്ക് അടുത്തത് ഡിവിഷൻ. ഡിവിഷനും സെയിം റൂൾ തന്നെ, ഒരു മാറ്റവും ഇല്ല. ഡിവിഷനും സെയിം റൂൾ തന്നെ, ഒരു മാറ്റവും ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, രണ്ടും സെയിം സൈൻ ആണെങ്കിൽ പോസിറ്റീവ് കോഷ്യന്റ് ആയിരിക്കും. രണ്ടും ഡിഫറെന്റ് സൈൻ ആണെങ്കിൽ നെഗറ്റീവ് കോഷ്യന്റ് ആയിരിക്കും. നമ്മളിന്ന് എത്രയും നേരം പഠിച്ച അതേ സംഭവമാണ് ഇവിടെ വന്നേക്കുന്നത്. രണ്ട് നെഗറ്റീവ് ആണെങ്കിൽ ആര്? പോസിറ്റീവ്. രണ്ട് പോസിറ്റീവ് ആണെങ്കിലും ആര് കിട്ടും? പോസിറ്റീവ് കിട്ടും. ഡിഫറെന്റ് സൈൻ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നെഗറ്റീവ് കിട്ടും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മാത്രമേ എവിടെയുള്ളൂ? ഡിവിഷനുള്ളൂ. മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞ അതേ കേസ് തന്നെയാണ് എവിടെയും വരുന്നത്? ഡിവിഷനും വരുന്നത്. എന്താ നോക്കിയേ, 2 / 1. ഇവിടെ എന്താണ്? സെയിം സൈൻ അല്ലേ രണ്ടുപേരും. അപ്പൊ ഉത്തരം എത്ര തന്നെ കിട്ടും? 2 തന്നെ കിട്ടും. -2 / 1. സെയിം സൈനോ ഡിഫറെന്റ് സൈനോ?
ഡിഫറൻറ്റ് സൈനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് എടുക്കുക, ഡി എന്ന് എഴുതുക. ഡിഫറൻറ്റ് സൈൻ വന്നുകൊണ്ട് നമ്മൾ എന്തെന്ന് എഴുതുക, ഡി എന്ന് എഴുതുക. ഉത്തരം എത്രയെന്ന് കിട്ടും, -2 എന്ന് കിട്ടും. ഓക്കെ, -2 ഡിവൈഡ് ബൈ -2 രണ്ടും എങ്ങനെയാണ് വന്നേക്കുന്നത്, സെയിം സൈൻ ആയിട്ടാണ് വന്നേക്കുന്നത്. രണ്ടും എങ്ങനെയാണ് വന്നേക്കുന്നത്, സെയിം സൈൻ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അവിടെ ആരെഴുതുക, സെയിം എന്ന് എഴുതുക. അപ്പോൾ നമുക്ക് ഇവിടെ ഉത്തരം എത്ര കിട്ടും, 1 എന്ന് കിട്ടും. കാര്യം 2/2 എത്രയാണ്, 1 ആണ്. എന്താ ഇവിടെ ഒരു നമ്പറിന് ചുമ്മാ എഴുതി കഴിഞ്ഞാൽ ഏതെന്ന് പറഞ്ഞിട്ടുണ്ട്, പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ രണ്ടും ആരാണ്, പോസിറ്റീവ്. അപ്പോൾ രണ്ടുപേരും ആരാണ്ടാ, സെയിം സൈനാണ്. സെയിം സൈനാണ്. ഉത്തരം എങ്ങനെയായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എത്ര കിട്ടുമെന്നാണ് പറയുന്നത്, 2 കിട്ടും. ഓക്കെ, നെക്സ്റ്റ് -10 ഡിവൈഡ് ബൈ 2. മൈനസ് ആണ് ഇവിടെ വന്നേക്കുന്നതല്ലേ, ഒരു മൈനസ് ഉണ്ട് ഒരു പ്ലസ്സും ഉണ്ട്. അതായത് രണ്ടും ഡിഫറൻറ്റ് സൈൻ. ഡിഫറൻറ്റ് സൈനാണ് വരുന്നതെങ്കിൽ നമ്മൾ ഏതെന്ന് പറഞ്ഞ് നെഗറ്റീവ് ആയിരിക്കും ആൻസർ, നെഗറ്റീവ്. 10 ഡിവൈഡ് ബൈ 2 എത്ര കിട്ടും, നമുക്ക് 5 കിട്ടും. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ, 4 ഡിവൈഡ് ബൈ 1. ഇവിടെ നോക്കിയേ ഏത് സംഖ്യയാണ് പോസിറ്റീവ്, 4 പോസിറ്റീവും 1 നെഗറ്റീവും. അതായത് ഇവിടെ എന്തോന്നാണ് വന്നേക്കുന്നത്, ഡിഫറൻറ്റ് സൈനാണ് വന്നേക്കുന്നത്. ഇവിടെ ഏതാണ് വന്നേക്കുന്നത്, ഡിഫറൻറ്റ് സൈനാണ് വന്നേക്കുന്നത്. ഓക്കെ, ഇവിടെ ഏതാണ് വന്നേക്കുന്നത്, ഡിഫറൻറ്റ് സൈനാണ് വന്നേക്കുന്നത്. അപ്പം എന്ത് ചെയ്യുക, 4നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം നമുക്ക് എത്ര കിട്ടും, 1 കിട്ടും. ഏത് 1 ആണ് അവിടെ, 4 കിട്ടും. ഏത് 4 ആണ് അവിടെ കിട്ടുന്നത്, -4 ആണ് അവിടെ കിട്ടുന്നത്. കാര്യം ഡിഫറൻറ്റ് സൈന് വന്ന ആൻസർ ഈസ് ഓൾവേസ് നെഗറ്റീവ് ആയിരിക്കും. ഡിഫറൻറ്റ് സൈൻ വന്ന ആൻസർ എപ്പോഴും എന്തോന്നായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഇനി സെയിം സൈനാണ് വരുന്നതെങ്കിൽ ആൻസർ എന്തോന്നാവും എന്നാണ് പറയുന്നത്, പോസിറ്റീവ് ആവും എന്നാണ് പറയുന്നത്. മൾട്ടിപ്ലിക്കേഷൻ ആയാലും ഡിവിഷൻ ആയാലും സെയിം ആണ്. ഇതാ നോക്കിയേ, ലാസ്റ്റ് -4 ഡിവൈഡ് ബൈ -1. അതായത് രണ്ടുപേരും എങ്ങനെ വന്ന് സെയിം സൈൻ ആയിട്ട് വന്നാൽ ഇവിടെ ഉത്തരം എന്തോന്നാവും, പോസിറ്റീവ് ആവും. 4 ഡിവൈഡ് ബൈ 1 എത്രയാണ് നമുക്ക് കിട്ടുന്നത്, 4 ആണ് കിട്ടുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ട്രിക്ക് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻറ്റിജേഴ്സ് പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഏതാണ്, നമ്മൾ ആദ്യം പഠിച്ചത് അഡീഷൻ പഠിച്ചത്. അഡീഷൻ നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്, അഡീഷനും സബ്ട്രാക്ഷനും നമ്മൾ ഒരേ റൂൾ വെച്ചാണ് പഠിച്ചത്. അതായത് സെയിം സൈനാണ് വരുന്നതെങ്കിൽ അഡീഷനും സബ്ട്രാക്ഷനും സെയിം സൈനാണ് വരണേ നമ്മൾ എന്ത് ചെയ്യാൻ പറഞ്ഞ്, ആഡ് ചെയ്യാൻ പറഞ്ഞു. സെയിം സൈനാണ് വരണേ നമ്മൾ എന്ത് ചെയ്യാൻ പറഞ്ഞ്, ആഡ് ചെയ്യാൻ പറഞ്ഞു. ആഡ് ചെയ്തിട്ട് അവിടെ ഏത് സൈനാണോ വന്നത് ആ സൈൻ ഇടാൻ പറഞ്ഞു. ഇത്ര മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അവിടെ സെയിം സൈനാണ് വരണേ നമ്മൾ എന്ത് ചെയ്യാൻ പറഞ്ഞ്, ആഡ് ചെയ്തിട്ട് ആ സൈൻ അങ്ങ് ഇടാൻ പറഞ്ഞു. അഡിഷനും സബ്ട്രാക്ഷനും സെയിം സൈനാണ് വരണമെങ്കിൽ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞ്, ആ സൈൻ അങ്ങ് ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. ഇനി ഡിഫറൻറ്റ് സൈനാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യാൻ പറഞ്ഞ്, ഡിഫറൻറ്റ് സൈനാണ് വരുന്നതെങ്കിൽ ആ ഒരു കേസിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഗ്രേറ്റർ നമ്പറിൽ നിന്ന് ലെസ്സർ നമ്പർ കുറയ്ക്കുക. ഗ്രേറ്റർ നമ്പറിൽ നിന്ന് ലെസ്സർ നമ്പർ കുറയ്ക്കുക, എന്നിട്ട് ഗ്രേറ്റർ നമ്പറിൻ്റെ സൈൻ എടുക്കുക. ഒന്നുമില്ല, ഗ്രേറ്റർ നമ്പറിൽ നിന്ന് ലെസ്സർ നമ്പർ കുറയ്ക്കുക, ഗ്രേറ്റർ നമ്പറിൻ്റെ സൈൻ എടുക്കുക. ഗ്രേറ്റർ നമ്പറിൽ നിന്ന് ലെസ്സർ നമ്പർ കുറയ്ക്കുക, ഗ്രേറ്റർ നമ്പറിൻ്റെ സൈൻ എടുക്കുക. സെയിം സൈൻ ആണെങ്കിൽ രണ്ടുപേരും തമ്മിൽ ആഡ് ചെയ്യുക, ആ സൈൻ എടുക്കുക. ഓക്കെ, പിന്നെ ഇപ്പം നമ്മൾ പഠിച്ച ആരൊക്കെയെന്ന്, മൾട്ടിപ്ലിക്കേഷനെയും ഡിവിഷനെയും കുറിച്ചാണ് പഠിച്ചത്. മൾട്ടിപ്ലിക്കേഷനെയും ഡിവിഷനെയും കുറിച്ചാണ് പഠിച്ചത്. ഡിവിഷൻ ആണെങ്കിൽ സെയിം സൈൻ വന്ന് എന്ത് ചെയ്യുക, പോസിറ്റീവ് ആയിരിക്കും. ഡിഫറൻറ്റ് സൈനാണ് വരുന്നത്, അവ എന്തോന്നായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ കാര്യം. ഈ 4 കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഡിജേഴ്സിൽ ഏത് ക്വസ്റ്റ്യൻ വേണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സെയിം സൈനാണ് വരണമെങ്കിൽ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക, എന്നിട്ട് ആ സൈനിനെ ഇട്ട് കൊടുക്കണം. ഇനി സബ്ട്രാക്ഷൻ്റെ കേസിലോ അങ്ങനത്തെ ബാക്കി കേസിലോ ആയാലും എന്ത് ചെയ്യുക, ഇത് തന്നെ ഇടുക. അവിടെ ഡിഫറൻറ്റ് സൈനാണ് വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്, ഗ്രേറ്റർ നമ്പറിൽ നിന്ന് ലെസ്സർ നമ്പർ കുറയ്ക്കുക, എന്നിട്ട് ഗ്രേറ്റർ നമ്പറിൻ്റെ സൈൻ ഇടുക. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ആണെങ്കിൽ അവിടെ എന്ത് തന്നെയാണ്, സെയിം സൈൻ ആണെങ്കിൽ പോസിറ്റീവും ഡിഫറൻറ്റ് സൈൻ ആണെങ്കിൽ എന്തോന്നാണ്, നെഗറ്റീവും.
ഇത് ഇത്രയും പറയുന്നത് എത്ര നമ്പറിന്റെ കേസിലാണെന്ന് വെച്ചാൽ 2 നമ്പറിന്റെ കേസിലാണ് ഇത് ഇത്രയും പറയുന്നത്. ഇത് ഇത്രയും പറയുന്ന ഏത് നമ്പർ? 2 നമ്പർ മാത്രമുള്ള കേസ്. ഇനി കൂടുതൽ നമ്പർ ഉള്ളത് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം നമ്മൾ പറഞ്ഞത് 4 ടോപ്പിക്കേ നമ്മൾ ഇത്രയും നേരം പറഞ്ഞിട്ടുള്ളൂ. 1 അഡിഷൻ, 2 സബ്ട്രാക്ഷൻ, 3 മൾട്ടിപ്ലിക്കേഷൻ, 4 ഡിവിഷൻ. അഡിഷന്റെ കേസ് പറഞ്ഞു, സബ്ട്രാക്ഷന്റെ കേസും പറഞ്ഞു, ഒരുമിച്ച് പറഞ്ഞു. എങ്ങനെ? സെയിം സൈനാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക, ആ സൈൻ ഇട്ട് കൊടുക്കുക. ഡിഫറൻറ്റ് സൈനാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യുക? ഗ്രേറ്റർ നമ്പറിൽ നിന്ന് ലെസ്സർ നമ്പർ കുറയ്ക്കുക. ഗ്രേറ്റർ നമ്പറിൽ നിന്ന് ലെസ്സർ നമ്പർ കുറയ്ക്കുക, എന്നിട്ട് ഗ്രേറ്റർ നമ്പറിന്റെ സൈൻ ഇടുക. പരിപാടി തീർന്നു. മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷന്റെ കേസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? സെയിം സൈനാണ് വരുന്നതെങ്കിൽ പോസിറ്റീവും, ഡിഫറൻറ്റ് സൈനാണ് വരുന്നതെങ്കിൽ നെഗറ്റീവ് ഇടുക. ഇത്രയേ ഉള്ളൂ, സംഭവം തീർന്നു. ഇത്ര കാര്യം നിങ്ങൾ അറിയൂ, നിങ്ങൾ ഈ കേസിൽ സെറ്റാവും. ഓക്കെ, ഇനി അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് ഡിഫറെൻറ്റ് നമ്പേഴ്സിൻ്റെ പഠിക്കണം, അതായത് 2 കൂടുതൽ നമ്പറിൻ്റെ പഠിക്കണം. പിന്നെ നമ്പർ ലൈനിൽ നിന്ന് എടുത്ത് ചെയ്യാനും പഠിക്കണം. കാരണം നമ്പർ ലൈനിൽ നിന്ന് എടുത്ത് ചെയ്യണതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലൊക്കെ ആ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും ബാക്കിയുള്ള എല്ലാവരെയും ഇതിനകത്തോട്ട് ജോയിൻ ചെയ്യിപ്പിക്കണം. ഇപ്പോൾ ഒരു ഓഫർ പ്രൈസ് ആയിട്ടുണ്ട്. കാര്യം ഒരു വിഷയത്തിന് 399 രൂപ വെച്ചാണ്. നിങ്ങൾ ഈ 3 വിഷയങ്ങളും കൂടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓഫർ പ്രൈസായ 999 കിട്ടും. സോ എല്ലാവരും ജോയിൻ ചെയ്യുക. നമുക്ക് ഈ 3 വിഷയവും ഏതൊക്കെയാ? ഇംഗ്ലീഷും ഹിന്ദി മാത്സും പച്ചവെള്ളം പോലെ നമുക്ക് പഠിച്ച് സെറ്റാക്കാം. കാര്യം നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇത്. സ്കൂളിൽ എല്ലാവർക്കും മാർക്ക് കുറയുന്ന വിഷയമാണ് ഈ ഇംഗ്ലീഷും മാത്സും ഹിന്ദി എന്നൊക്കെ പറയുന്നത്. അതൊക്കെ നമുക്ക് ഈ വെക്കേഷൻ ക്ലാസ്സിൽ അധികം ഫീസോ ഒന്നുമില്ല, നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ പഠിച്ച് തീർക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് എല്ലാവരോടും നിങ്ങൾ ഷെയർ ചെയ്യുക. നമുക്ക് എല്ലാം വീട്ടിൽ നിന്ന് പച്ചവെള്ളം പോലെ നമുക്ക് പഠിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവരും പച്ചവെള്ളം സ്കൂളിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോ വാച്ച് ചെയ്യുക. താങ്ക് യു.